ഹായ്, പുതിയൊരു ലെക്ചർ പാർട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നെന്ന് വിചാരിക്കുന്നു. സോ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ചാപ്റ്റർ 1 ആൻഡ് ചാപ്റ്റർ 3 ഏറ്റവും മെയിൻ ആയിട്ടുള്ള ഫോർമുലാസും അതിൻ്റെ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പാർട്സും അതെങ്ങനെ ചെയ്യേണ്ടതെന്നുള്ള കാര്യങ്ങളാണ് നമ്മളൊന്ന് റിവൈസ് ചെയ്ത് പോയെന്നേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നമ്മുടെ സമഗ്രയ്ക്കകത്ത് 3 മോഡൽ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അല്ലേ. അപ്പോൾ അതിൽ നിന്ന് മിക്കവാറും SSLCയിലേക്ക് വരാവുന്ന ക്വസ്റ്റ്യൻസ് വരാനുള്ള എല്ലാ ചാൻസസും ഞാൻ കാണുന്നുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു ഇന്ന് നിങ്ങൾക്ക് വേണ്ടി ആ ഒരു 3 ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്നുള്ള എല്ലാ ക്വസ്റ്റ്യൻസും എങ്ങനെ സോൾവ് ചെയ്യാം, അതിനെന്തെങ്കിലും ടിപ്സും ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ച് ഞാൻ അതിനുവേണ്ടി പ്രിപ്പയർ ആയിട്ടാണ് വന്നത്. അപ്പോൾ നിങ്ങളും പ്രിപ്പയർ ആകുക, ഒരു പേപ്പറും ഒരു പേനയും എടുക്കുക, എൻ്റെ കൂടെ തന്നെ ചെയ്തു പഠിക്കുക. അപ്പോൾ നമുക്ക് കൂടുതൽ പറഞ്ഞു വൈകിക്കാതെ നമുക്ക് ക്ലാസ് പാർട്ടിലേക്ക് പോവാം. സോ ലെറ്റ്സ് ബിഗിൻ. ദിസ് ഇസ് നവീന ആൻഡ് യു ആർ വാച്ചിങ് ദി മാർജിൻ ഓഫ് എക്സലൻസ് ആൻഡ് ലെറ്റ്സ് ഡൈവ് സ്ട്രേറ്റ് ഇൻ ടു ദി ക്ലാസ്. ഓക്കെ, അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ തന്നെ പറയുന്നത് which of the numbers below is a term of the arithmetic sequence 258? എന്ന് വെച്ചാൽ 258 എന്ന സമാന്തര ശ്രേണിയിലെ പദമായത് ചുവടെ കൊടുത്തിരിക്കുന്നതിൽ ഏത് സംഖ്യയാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അവർ കുറച്ച് ഓപ്ഷൻസും തന്നിട്ടുണ്ട്. 22, 32, 42, 52 ആണല്ലോ. അപ്പോൾ ഇതിൽ നിന്ന് നമ്മൾ എന്താ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മളൊരു കാര്യം എപ്പോഴും ഓർക്കുക. ഒരു ശ്രേണി എന്ന് പറയുന്നത് ആ ശ്രേണിയിലെ എല്ലാ പദങ്ങളും എങ്ങനെ റിലേറ്റഡ് ആയിട്ടായിരിക്കുന്നത് അവയുടെ കോമൺ ഡിഫറൻസ് കാരണം അല്ലേ. അപ്പോൾ ഈ കോമൺ ഡിഫറൻസിൻ്റെ ഇതിൻ്റെ ഏതൊരു പദത്തിനെയും ഡിവൈഡ് ചെയ്യുവാണെങ്കിൽ കിട്ടുന്ന റിമൈൻഡർ എന്ന് പറയുന്ന അല്ലെങ്കിൽ ഹരിക്കുമ്പോൾ കിട്ടുന്ന ശിഷ്ടം എന്ന് പറയുന്നത് ഒരുപോലെ ആയിരിക്കും. അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കാൻ ഈ താഴെ കൊടുത്തിരിക്കുന്ന ഓപ്ഷനിൽ നിന്ന് നമുക്ക് ഈ ശ്രേണിയിൽ വരുന്ന പദം ഏതാണെന്ന് കണ്ടുപിടിക്കാൻ അതേ മെത്തേഡ് തന്നെ യൂസ് ചെയ്താൽ മതി. എന്ത് ചെയ്യുക? ആദ്യമേ ശ്രേണിയിൽ നിന്ന് തന്നിരിക്കുന്ന ഒരു പദത്തിൻ്റെ എന്ത് കണ്ടുപിടിക്കുക? കോമൺ ഡിഫറൻസ് കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന ശിഷ്ടം എന്താണെന്ന് കണ്ടുപിടിച്ചിട്ട് അതേ ശിഷ്ടം വരുന്ന ഈ ഓപ്ഷനിൽ തന്നിരിക്കുന്ന സംഖ്യയിൽ ഏതാണ് പദം വരുന്നതെന്ന് കണ്ടുപിടിക്കാം. അപ്പോൾ ആദ്യമേ തന്നെ നമ്മൾ സാധാരണ രീതിയിൽ എങ്ങനെ ചെയ്യുന്നതെന്നാണ് ഞാൻ കൊടുത്തിരിക്കുന്നത്. കോമൺ ഡിഫറൻസ് ആദ്യമേ കണ്ടുപിടിക്കുക, പിന്നെ ശ്രേണിയിൽ നിന്ന് തന്നെ ഫസ്റ്റ് ടൈം ഏതാണ് നമുക്ക് മനസ്സിലായി അല്ലേ. അപ്പോൾ നമ്മൾ ബീജഗണിത രൂപം എഴുതുമല്ലോ, ആൾജിബ്രിക് എക്സ്പ്രഷൻ ഓഫ് nth ടേം, അത് ഞാൻ കണ്ടെത്തി വെച്ചിട്ടുണ്ട്. എങ്ങനെ കണ്ടെത്തി വെക്കുന്നത്? f + n - 1 × d എന്ന ഫോർമുല വെച്ച് ചെയ്താൽ മതി. അപ്പോൾ f എന്ന് പറയുന്നത് എത്ര? 2 ആണ്. n - 1 എന്ന് പറയുന്നത് എത്രയാണ്? നമ്മുടെ എന്താ വരുന്നത്? 3 ആണ്. 5 - 2 എന്ന് പറയുന്നത് 3 ആണ്. പിന്നെ n. അപ്പോൾ ഈ n - 1 × 3 n എത്ര നമുക്ക് അറിയത്തില്ല. അപ്പോൾ 2 + n - 1 × 3 എന്ന ഫോർമുല വെച്ചാണ് നമ്മൾ ചെയ്യുന്നത്. 2 എന്ന് പറയുന്നത് ഫസ്റ്റ് ടേമും n - 1 അതുപോലെ ഇട്ടിട്ട് 3 എന്താണ് കോമൺ ഡിഫറൻസ് അല്ലേ. ഈ 3നെ n ഉം 1 ഉം തമ്മിൽ ഇൻറ്റു ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 3n - 3 എന്ന് കിട്ടും. ഓക്കെ ആണോ? അപ്പോൾ നമുക്ക് കിട്ടുന്ന ബീജഗണിത രൂപം എന്ന് പറയുന്നത് എന്താ? 3n - 1. ഇതാണ് നമുക്ക് കിട്ടുന്ന ബീജഗണിത രൂപം. അപ്പോൾ ഈ ബീജഗണിത രൂപത്തിൽ നിന്ന് നമ്മൾ എന്ത് കണ്ടെത്താൻ നോക്കിയാൽ മതി? n എന്നത് കണ്ടെത്താൻ നോക്കിയാൽ മതി. ഈക്വലിന് ഇപ്പുറത്തിട്ടപ്പോൾ 23 കിട്ടി. അതിൽ നിന്ന് 3 കണ്ടെത്താൻ വേണ്ടി 23നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. കിട്ടിയത് നമുക്ക് എന്താ? ഒരു ഡെസിമൽ അല്ലേ. അപ്പോൾ അതെന്തായിരിക്കത്തില്ല? ഒരു ടേം ആയിരിക്കത്തില്ല. അതേപോലെ അടുത്തത് നമ്മൾ ചെയ്ത് നോക്കുന്നു. 3n - 1 = 32 എന്ന് കൊടുക്കുന്നു. എന്റെ സ്ഥാനത്ത് 32 ഇട്ട് കൊടുക്കുന്നു. ഇതിൽ നിന്ന് നമ്മൾ എന്ത് കണ്ടെത്തുന്നു? n കണ്ടെത്തുന്നു. ആദ്യം -1 ഈക്വലിന് ഇപ്പുറത്ത് +1 ആക്കി കൊടുത്ത് 33 എന്ന് കിട്ടി. പിന്നെ ഈ n-ന്റെ കൂടെ കിടക്കുന്ന 3 ഇവിടെ ഇൻറ്റു ചെയ്യുന്നതുകൊണ്ട് തന്നെ അത് ഈക്വലിന് ഇപ്പുറത്തേക്ക് വരുമ്പോൾ ഡിവൈഡ് 3 ആവും. അപ്പോൾ n = 11. നമുക്ക് കിട്ടിയത് എന്താണ്? ഒരു നാച്ചുറൽ നമ്പർ, ഒരു എണ്ണൽ സംഖ്യ അല്ലേ, ഒരു ഡെസിമൽ അല്ല. അപ്പോൾ ഈ 32 എന്ന് പറയുന്നത് എന്താണ്? ഒരു പദമാണ്. അപ്പോൾ നമുക്ക് കൂടുതൽ ഇനി ബാക്കി ചെയ്യേണ്ട ആവശ്യം വരത്തില്ല. കാരണം അവ എന്തായാലും ചെയ്യുമ്പോൾ n എന്ന് പറയുന്നത് എന്തായിരിക്കും വരുന്നത്? ഒരു ഡെസിമൽ ആയിരിക്കും വരുന്നത് അല്ലേ. അപ്പോൾ അങ്ങനെ ഡെസിമൽ വരുന്ന സമയത്ത് നമുക്ക് n-ാം പദം 14.3-ാം പദം എന്നൊക്കെ നമ്മൾ പറയുമോ? ഇല്ല അല്ലേ. n എന്ന് പറയുന്നത് എപ്പോഴും ഒരു നാച്ചുറൽ നമ്പർ ആയിരിക്കും. അപ്പോൾ ഈ രീതിയിലാണ് നമ്മൾ സാധാരണ രീതി ചെയ്യുന്നത്. പക്ഷേ ഏറ്റവും സിംപ്ലസ്റ്റ് വേ എന്ന് പറയുന്നത് ഞാൻ ആദ്യമേ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്താൽ മതി? ഇതിന്റെ കോമൺ ഡിഫറൻസിനെ ഓരോ ടേം വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് എപ്പോഴും സെയിം റിമൈൻഡർ ആയിരിക്കും കിട്ടുന്നത്. അപ്പോൾ ഈ ഓരോ പദത്തിനെയും എന്ത് ചെയ്ത് നോക്കുക? കോമൺ ഡിഫറൻസ് കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഇവിടെ കിട്ടുന്ന ഈ ശ്രേണിക്ക് കിട്ടുന്ന ശിഷ്ടം തന്നെയാണോ കിട്ടുന്നത് നോക്കുക. അപ്പോൾ ഇവിടെ ശ്രേണിയിൽ നിന്ന് നമ്മൾ നോക്കിയപ്പോൾ റിമൈൻഡർ 2 1 കിട്ടുന്നത്. അപ്പോൾ നമ്മൾ ഈ ഓരോ ഓപ്ഷനിലും നമ്മൾ കോമൺ ഡിഫറൻസ് കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോൾ ആദ്യത്തെ കേസിൽ 1 റിമൈൻഡർ കിട്ടിയോ? 2 കിട്ടിയോ? ഇല്ല. അപ്പോൾ അതായത് ടേം അല്ല. പിന്നെ അടുത്തതിനെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോൾ റിമൈൻഡർ 2 എന്ന് തന്നെ കിട്ടി. അങ്ങനെയും നമുക്കത് ഒരു പദമാണ് കണ്ടെത്താം. ഏറ്റവും ഈസി ഈ ഒരു രീതി ചെയ്യുന്നതായിരിക്കും. എന്താ? ഒരു സമാന്തര ശ്രേണിയുടെ 5-ാം പദം 70-ഉം 9-ാം പദം 50-ഉമാണ്. ഇൻ ദി സീക്വൻസ് ബൈ ഹൗ മച്ച് ഡസ് ഈച്ച് ടേം ഡിക്രീസ് വെൻ ദ പൊസിഷൻ ഇൻക്രീസ് ബൈ 1? അപ്പൊ ഈ ശ്രേണിയിൽ സ്ഥാനം ഓരോന്ന് കൂടുമ്പോൾ പദം എത്ര കുറയുമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഇത് സിമ്പിൾ ആണ്. നമ്മൾ ഡയറക്റ്റ് ആയിട്ട് കണ്ടുപിടിക്കുന്ന ഒരു ടേമിനെ അവർ വളച്ച് ചോദിച്ചെന്നേ ഉള്ളൂ. അപ്പോൾ ഇത് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഓരോ പൊസിഷൻ കൂടുന്തോറും ഓരോ ടേമിൽ എന്ത് കൂടുകയും കുറയുകയോ ചെയ്യുന്നത്? ഒന്നെങ്കിൽ കോമൺ ഡിഫറൻസ് കൂടുകയോ അല്ലെങ്കിൽ കോമൺ ഡിഫറൻസ് കുറയുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇവര് ഇൻഡയറക്ട്ലി ചോദിക്കുവാണ് കോമൺ ഡിഫറൻസ് എത്ര ആണെന്നാണ് ഇവർ ചോദിക്കുന്നത്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ക്വസ്റ്റിനിൽ നിന്ന് എന്താ കണ്ടെത്തേണ്ടത്? കോമൺ ഡിഫറൻസ് ആണ് കണ്ടെത്തേണ്ടത് അല്ലേ. അതേപോലെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, അറ്റ് വാട്ട് പൊസിഷൻ ഡസ് ദ ടേം 0 ഒക്കർ ഇൻ ദിസ് സീക്വൻസ്? അപ്പോൾ ഇവിടെ ഒരു ശ്രേണി ഉണ്ടല്ലോ, ആ ശ്രേണിയിൽ 0 എന്ന ഒരു പദം ഉണ്ടാവുന്നുണ്ട്. ആ പദം എത്രാമത്തെ പദമാണെന്നും കൂടെ നമ്മൾ കണ്ടെത്തണം. അപ്പോൾ ഈ രണ്ട് ക്വസ്റ്റ്യൻ ആണ് നമുക്ക് ചെയ്യേണ്ടത്. ഓക്കെ, നമുക്ക് ചെയ്ത് നോക്കാം.
അപ്പൊ തന്നിരിക്കുന്ന ഓരോന്നും എന്തൊക്കെയാന്ന് വെച്ചാൽ എടുത്തെഴുതുക. 5th ടേം 70യും 9th ടേം 50യും തന്നിട്ടുണ്ട്. ഇതിൽ നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? ഏതൊരു ശ്രേണി തന്നാലും ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ എന്താ ആദ്യമേ കണ്ടുപിടിക്കേണ്ടേ? കോമൺ ഡിഫറൻസും ഫസ്റ്റ് ടേമും അല്ലേ? ഇവിടെ നമുക്ക് ആദ്യമേ കോമൺ ഡിഫറൻസ് കണ്ടെത്തി വെക്കാം. അപ്പൊ കോമൺ ഡിഫറൻസ് ഈസ് ഈക്വൽ ടു ഏത് ഇക്വേഷൻ വെച്ച് ഞാൻ ഇവിടെ ചെയ്തിരിക്കുന്നത്? മറ്റേ ഡിഫറൻസ് ഓഫ് terms divide by difference of position ആ ഒരു ഇക്വേഷൻ വെച്ച്. അപ്പോൾ 70 - 50 by 70യുടെ പൊസിഷൻ ഏതാ 5 മൈനസ് 50യുടെ പൊസിഷൻ ഏതാ 9. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ ഇത് കുറച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന ആൻസർ ആണ് എന്തെന്ന് പറയുന്നത്? -5. ഇവിടെ കോമൺ ഡിഫറൻസ് എത്ര വന്നിരിക്കുന്നത്? -5. അപ്പോൾ അവരെന്താ ചോദിച്ചിരിക്കുന്നത്? ഓരോ പൊസിഷൻ കൂടുന്തോറും ഓരോ ടേമിന് എന്തുമാത്രം കുറയ്ക്കുന്നതെന്നാണ് ചോദിച്ചത്. അപ്പൊ ഇവിടെ -5 അല്ലേ കോമൺ ഡിഫറൻസ്. അപ്പൊ എത്ര വെച്ചാൽ കുറച്ച് പോകുന്നത്? -5 എന്ന് കിട്ടുമ്പോൾ അതിന്റെ അർത്ഥം എന്താ? ടേമുകൾ പൊസിഷൻ കൂടുന്തോറും 5 കുറഞ്ഞാണ് പോകുന്നത്. അപ്പൊ ഈച്ച് ടേം ഡിക്രീസസ് ബൈ 5 വെൻ ദ പൊസിഷൻ ഇൻക്രീസസ് ബൈ 1. അപ്പൊ പൊസിഷൻ കൂടുന്തോറും 5 കുറഞ്ഞാണ് ഓരോ പദത്തിൽ നിന്നും പോകുന്നത്. മനസ്സിലായല്ലോ? ഓക്കെ, രണ്ടാമത്തെ ക്വസ്റ്റ്യനിൽ 0 എന്ന പദം വരുന്ന പൊസിഷൻ ഏതാണെന്നാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ നമുക്ക് പൊസിഷനെ കണ്ടുപിടിക്കേണ്ടത്. പൊസിഷൻ എന്ന് പറയുന്നത് n എന്നതാണ് കണ്ടുപിടിക്കേണ്ടത് അല്ലെ? n, ഫൈൻഡ് ദി n. അപ്പൊ നമ്മൾ ആദ്യമേ തന്നെ എന്ത് എഴുതുക? നമുക്കിവിടെ എന്തുണ്ട്? നമ്മുടെ കയ്യിൽ 5ാം പദം ഉണ്ട് അല്ലെ? 5ാം പദത്തിൽ നിന്ന് എന്ത് ചെയ്യുക? ആദ്യമേ 5ാം പദത്തിൽ ഇവിടെ നമ്മൾ xn = f + n - 1 × d എന്ന ഇക്വേഷൻ നമ്മൾ കൊടുത്തു. ഇവിടെ xnന്റെ സ്ഥാനത്ത് എന്തെന്ന് കൊടുത്തു? 70 എന്ന് കൊടുത്തു. ഇനി എന്നിന്റെ സ്ഥാനത്ത് എന്തെന്ന് കൊടുത്തു? 4 എന്ന് കൊടുത്തു. കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇവിടെ ഫസ്റ്റ് ടേം കണ്ടുപിടിക്കണം അല്ലേ? അപ്പൊ ഞാൻ എപ്പോഴും പറഞ്ഞിട്ടുണ്ട്, 5th ടേമിൽ നിന്ന് നമുക്ക് ഫസ്റ്റ് ടേം കണ്ടുപിടിക്കണമെങ്കിൽ ഫസ്റ്റ് ടേമിന്റെ കൂടെ എത്ര ഡി ആണ് നമ്മൾ കൂട്ടേണ്ടത്? 5th ടേം കണ്ടെത്താൻ വേണ്ടി 4 ഡി അല്ലേ? ഫസ്റ്റ് ടേമിൽ നിന്ന് 5th ടേം കണ്ടെത്താൻ വേണ്ടി എത്ര ഡി ആണ് നമ്മൾ കൂട്ടേണ്ടത്? 4 ഡി. അതുകൊണ്ടാണ് ഫസ്റ്റ് ടേം പ്ലസ് 4 × ഡി എന്ന് കൊടുത്തത്. 4 × -5 എന്ന് പറയുന്നത് ഡി. അപ്പൊ 4 × -5 -20 ആണ്. ഇതിൽ നിന്ന് ഞാൻ എന്ത് കണ്ടെത്തുന്നു? എഫ് കണ്ടെത്തുന്നു. f = 70 + 20. അപ്പൊ എഫ് എനിക്ക് എത്ര കിട്ടി? 90 എന്ന് കിട്ടിയല്ലോ. ഇനി എന്ത് ചെയ്യുക? നമ്മൾ 0 എന്ന ടേം കണ്ടെത്താൻ വേണ്ടി പോവാം. അപ്പോൾ 90 കിട്ടി. അപ്പോൾ xn എന്ന് പറയുന്നത് എന്തായിട്ട് നമ്മൾ എടുക്കേണ്ടത്? 0 ആയിട്ട് എടുക്കണം അല്ലെ? 0 അല്ലേ ടേം ആയിട്ട് വരുന്നത്? അതിന്റെ പൊസിഷൻ ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ xന്റെ സ്ഥാനത്ത് 0 എന്ന് ഇട്ട് കൊടുക്കുക. നമ്മൾ 1ാം പദത്തിൽ നിന്നാണ് നമ്മൾ കണ്ടെത്തുന്നത് അല്ലെ? അപ്പോൾ 1ാം പദത്തിൽ നിന്ന് കണ്ടെത്തുമ്പോൾ 1ാം പദം എത്ര? 90 പ്ലസ് ഇനി ഇതിന്റെ 0 എന്ന ടേമിന്റെ പൊസിഷൻ നമുക്ക് അറിയാത്തതുകൊണ്ട് അല്ലെങ്കിൽ സ്ഥാനം നമുക്ക് അറിയാത്തതുകൊണ്ട് അതിനെ നമ്മൾ എന്തായിട്ട് തന്നെ കൊടുക്കുന്നു? n ആയിട്ട് തന്നെ കൊടുക്കുന്നു. n - 1 × d. ഇത് ഏത് ഇക്വേഷനാണ്? f + n - 1 × d എന്ന ഇക്വേഷൻ വെച്ചാണ് ഇത് ചെയ്യുന്നത്. അപ്പൊ ഇതിൽ ഇനി എന്താ നമ്മൾ ചെയ്യേണ്ടത്? n - 1നെ -5 കൊണ്ട് ഇൻഡു ചെയ്യുക. അപ്പൊ -5 × n എന്ന് പറയുന്നത് -5n, പിന്നെ -1 × -5 എന്ന് പറയുന്നത് +5. അപ്പൊ 90 - 5n + 5 എന്ന് കിട്ടി. ഈ +5ഉം ഈ 90 തമ്മിൽ കൂട്ടുന്നു. അപ്പൊ 95 - 5n എന്ന് കിട്ടുന്നു. അപ്പോൾ xn എന്ന് പറയുന്ന 0 അല്ലേ? അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു? ഈ -5നെ ഈക്വലിന് ഇപ്പുറത്തേക്ക് കൊടുക്കുന്നു, 0യുടെ അപ്പുറത്തേക്ക് കൊടുക്കുന്നു. അപ്പോൾ അത് +5n ആയി. അപ്പോൾ 5n = 95. ഇതിലെ n കണ്ടെത്താൻ വേണ്ടി 5 എന്താ ഇതുമായിട്ട് ചെയ്യുന്നത്? ഇൻഡു ചെയ്യുന്നത്. അത് ഈക്വലിന് ഇപ്പുറത്തേക്ക് വരുമ്പോൾ ഡിവിഷൻ. അപ്പോൾ n = 95/5. അപ്പോൾ n എത്ര എനിക്ക് കിട്ടിയേ? 19. അപ്പോൾ 0 എന്ന ടേം വരുന്ന പൊസിഷൻ ഏതാണ്? ഈ ഒരു ശ്രേണിയിൽ 19ാമത്തെ പൊസിഷനിലാണ് 0 എന്ന ടേം വരുന്നത്. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. ഒരു സമാന്തര ശ്രേണിയുടെ ബീജഗണിത രൂപം തന്നിട്ടുണ്ട്. എത്ര? 4n + 1 ആണ് അല്ലെ? അപ്പൊ നമ്മൾ പഠിച്ചിട്ടുണ്ട് ബീജഗണിത രൂപത്തിൽ എന്നിന്റെ കൂടെ കിടക്കുന്നത് എപ്പോഴും എന്തായിരിക്കും? എന്നിന്റെ കൂടെ കിടക്കുന്ന നമ്പർ ആണ് എപ്പോഴും കോമൺ ഡിഫറൻസ് ആയിട്ട് വരുന്നത് അല്ലെ? അങ്ങനെയാണെങ്കിൽ n ഒന്നും ഇല്ലാതെ കോൺസ്റ്റന്റ് ആയിട്ട് കിടക്കുന്ന നമ്പറിനെ എന്താ ഉദ്ദേശിക്കുന്നത്? അതാണ് f - d അല്ലെ? അപ്പൊ f - d എന്ന് മാത്രമായിരിക്കത്തില്ല. f - dക്ക് പകരം അത് എന്തെന്നും പറയപ്പെടും? അത് ആ ശ്രേണിയുടെ റിമൈൻഡർ. ഞാൻ ആദ്യമേ പറഞ്ഞില്ല, നമ്മളിങ്ങനെ ഒരു ശ്രേണിനെ പൊതുവ്യത്യാസം കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന റിമൈൻഡർ എപ്പോഴും ഈക്വൽ ആയിരിക്കും. ആ റിമൈൻഡർ ആണ് ഈ 1 എന്ന് ഉദ്ദേശിക്കുന്നത്. മനസ്സിലായോ? അപ്പൊ ബീജഗണിത രൂപത്തിൽ നിന്ന് നമുക്ക് ആ റിമൈൻഡറും കൂടെ കണ്ടെത്താം. അപ്പൊ പ്ലസ് അത് എപ്പോഴും പോസിറ്റീവ് ആയിരിക്കണം കേട്ടോ. പോസിറ്റീവ് ആണെങ്കിൽ മാത്രമേ നമ്മൾ അത് ഡയറക്റ്റ് ആയിട്ട് 1 ആയിട്ട് എടുക്കത്തുള്ളൂ. ഇപ്പൊ -1 എന്ന് വല്ലതും ആയിരുന്നെങ്കിൽ നമ്മൾ ആ -1ന്റെ കൂടെ ഈ കോമൺ ഡിഫറൻസ് എന്ത് ചെയ്തേനെ? കൂട്ടിയാൽ മാത്രമേ നമുക്ക് റിമൈൻഡർ കിട്ടും. അത് എപ്പോഴും ഓർക്കുക കേട്ടോ. ഇതിപ്പം +1 ആയതുകൊണ്ട് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് റിമൈൻഡർ 1 എന്ന് പറയാം. -1 ആണെങ്കിൽ റിമൈൻഡർ എങ്ങനെ എടുക്കണ്ടേ? ആ -1ന്റെ കൂടെ കോമൺ ഡിഫറൻസ് കൂട്ടി കിട്ടുന്നതാണ് റിമൈൻഡർ ആയിട്ട് വരുന്നത്. ഓക്കെ, ഞാൻ ഈ പറഞ്ഞു പോയ കൂട്ടത്തിൽ അതങ്ങ് പറഞ്ഞതേ ഉള്ളൂ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈ ശ്രേണിയിലെ 10ാം പദത്തിനേക്കാൾ എത്ര കൂടുതലാണ് 15ാം പദം എന്നാണ് നമുക്ക് കണ്ടെത്തേണ്ടത്. എന്താ പറയുന്നത്? 10ാം പദത്തിനേക്കാൾ 15ാം പദം എത്ര കൂടുതലാണ്? നിങ്ങൾക്ക് തന്നെ പറയാമോ? 10ാം പദത്തിൽ നിന്ന് എത്ര കൂടുതലായിരിക്കും 15ാം പദം? ഓർത്താൽ മതി. 10ാം പദത്തിൽ നിന്ന് എത്ര കോമൺ ഡിഫറൻസ് കൂട്ടുമ്പോഴാണ് 15ാം പദം കിട്ടുന്നത്? എങ്ങനെ അത് കണ്ടെത്തുന്നത്? 10ൽ നിന്ന് 5 അങ്ങ് കുറയ്ക്കുമ്പോൾ നമുക്ക് എത്ര കോമൺ ഡിഫറൻസ് കൂട്ടണം എന്നുള്ളത് കിട്ടും. എത്ര കോമൺ ഡിഫറൻസ് കൂട്ടേണ്ടത്? 15ൽ നിന്ന് 10 കുറയ്ക്കുമ്പോൾ 5 അല്ലേ? അപ്പൊ 5 കോമൺ ഡിഫറൻസ് ആണ് നമ്മൾ ഇവിടെ കൂട്ടുമ്പോൾ കിട്ടുന്നത്. അപ്പൊ എത്ര കൂടുതലാണെന്ന് ചോദിക്കുമ്പോൾ 5 കോമൺ ഡിഫറൻസ് ആണ് ആൻസർ ആയിട്ട് വരുന്നത്. അപ്പൊ അത് കണ്ടെത്താനാണ് ചോദിച്ചത്. അപ്പൊ 5 കോമൺ ഡിഫറൻസ് എന്ന് പറയുമ്പോൾ ഇവിടുത്തെ കോമൺ ഡിഫറൻസ് എത്ര ആയിരിക്കും? ഇതിൽ നിന്ന് തന്നെ നമുക്ക് പറയാം 4 ആണ് അല്ലേ? അപ്പൊ 4 × 5 20 ആണ് ആൻസർ വരുന്നത്. അതാണ് ഞാൻ ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പൊ നമ്മൾ ആദ്യമേ ഇത് ബീജഗണിത രൂപം എഴുതി 4n + 1 എന്ന് എഴുതി. അതിൽ നിന്ന് d നമുക്ക് 4 എന്ന് കിട്ടി. ഇനി 10ാം പദത്തിൽ നിന്ന് 15ാം പദം വരെ എത്ര സ്റ്റെപ്പ് ഉണ്ട്? 5 സ്റ്റെപ്പ് ഉണ്ട് അല്ലെ? 5 കോമൺ ഡിഫറൻസ് ആണ് കൂട്ടുന്നത്. നോക്കിയാൽ മതി. 10ൽ നിന്ന് 11ാം പദം കിട്ടാൻ വേണ്ടി ഒരു കോമൺ ഡിഫറൻസ്, പിന്നെ 12ാം പദം കിട്ടാൻ 2 കോമൺ ഡിഫറൻസ്, 13ാം പദത്തിലേക്ക് 3 കോമൺ ഡിഫറൻസ്, 14ാം പദത്തിലേക്ക് 4 കോമൺ ഡിഫറൻസ്, 15ാം പദത്തിലേക്ക് 5 കോമൺ ഡിഫറൻസ്. 5 സ്റ്റെപ്പല്ലേ നമ്മൾ ഇവിടെ കിടന്നത്? അതാണ് 5. അങ്ങനെ ആകുമ്പോൾ എത്ര ആയിരിക്കും നമ്മൾ കൂട്ടിയിരിക്കുന്നത്? 5 × 4. 5 എന്ന് പറയുന്നത് എത്ര തവണ കൂട്ടണം എന്നുള്ളത്. 4 എന്ന് പറയുന്ന കോമൺ ഡിഫറൻസ്. അങ്ങനെ നമുക്ക് 20 എന്ന് കിട്ടി. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. ഇത് ഭയങ്കര സിമ്പിൾ ആണ്, മനസ്സിലാക്കാൻ മാത്രമേ ഉള്ളൂ. 10
1622 എന്ന സമാന്തര ശ്രേണിയുടെ രണ്ട് പദങ്ങളുടെ വ്യത്യാസമാകുന്നത് ചുവടെ കൊടുത്തിരിക്കുന്നതിൽ ഏതാണെന്നാണ് ചോദിക്കുന്നത്. ഏറ്റവും സിമ്പിൾ ആയിട്ട് നമ്മൾ ഇത് എങ്ങനെ കണ്ടെത്തുന്നതെന്ന് വെച്ചാൽ ഇങ്ങനത്തെ ടൈപ്പ് ഏതൊരു ക്വസ്റ്റ്യൻ വന്നാലും മീൻസ് ഒരു ശ്രേണിയിലെ രണ്ട് പദങ്ങളുടെ വ്യത്യാസം എന്ന് ചോദിക്കുമ്പോൾ തന്നെ നിങ്ങൾ ഓർക്കുക അത് എപ്പോഴും എന്തായിരിക്കും, ഈ ഒരു ശ്രേണിയുടെ പൊതു വ്യത്യാസം അല്ലെങ്കിൽ കോമൺ ഡിഫറൻസിന്റെ മൾട്ടിപ്പിൾ ആയിരിക്കും. അത് മാത്രം നിങ്ങൾ ചെക്ക് ചെയ്താൽ മതി. മനസ്സിലായോ? ഒരു ശ്രേണി തന്നിട്ട് അതിന്റെ രണ്ട് പദങ്ങളുടെ വ്യത്യാസം കൊടുത്തിരിക്കുന്നതിൽ ഏതാണെന്ന് ചോദിക്കുവാണെങ്കിൽ നിങ്ങൾ എന്ത് കണ്ടെത്തിയാൽ മതി, ആ തന്നിരിക്കുന്നതിൽ ഈ ശ്രേണിയുടെ പൊതുവ്യത്യാസത്തിന്റെ മൾട്ടിപ്പിൾ ആണോ അല്ലെങ്കിൽ ഗുണിതം ഏതാണെന്ന് മാത്രം നോക്കിയാൽ മതി, അതായിരിക്കും ആൻസർ. അങ്ങനെയാണ് നിങ്ങൾക്ക് പറയാം ഇതിൽ ഏതായിരിക്കും ഇതിന്റെ പൊതുവ്യത്യാസം എത്ര, 6 ആണ് വന്നിരിക്കുന്നത് അല്ലേ. അപ്പൊ 6 വരുമ്പോൾ 6ന്റെ മൾട്ടിപ്പിൾ ഇതിൽ ഏതാണോ അതായിരിക്കും രണ്ട് പദങ്ങളുടെ വ്യത്യാസം വരാനുള്ള ചാൻസ് കൂടുതൽ. 46ന്റെ ടേബിൾ ഉണ്ടോ? ഇല്ല. 51 ഉണ്ടോ? ഇല്ല. 48 ഉണ്ടോ? 48 ഉണ്ടല്ലേ. അപ്പൊ ഇതാണ് രണ്ട് പദങ്ങളുടെ വ്യത്യാസമായിട്ട് വരുന്നത്. മനസ്സിലായോ? ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ദ ഓൾജിബ്രിക് ഫോം ഓഫ് ആൻ അർത്തമാറ്റിക് സീക്വൻസ് ഈസ് xn ഈസ് ഈക്വൽ ടു 4n - 3. അപ്പൊ ഇവിടെ നമുക്ക് തന്നിരിക്കുന്ന ഒരു ബീജഗണിത രൂപമാണ്. അപ്പോൾ ബീജഗണിത രൂപത്തിൽ നിന്ന് എന്തൊക്കെ നമുക്ക് എടുക്കാന്നുള്ളത് അറിയാമല്ലോ. അപ്പോൾ ഇവിടെ ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യനിൽ വാട്ട് ഈസ് ദ റിമൈൻഡർ ഓൺ ഡിവൈഡിങ് എനി ടേം ഓഫ് ദി സീക്വൻസ് ബൈ 4. അപ്പോൾ ഇവിടെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ പദങ്ങളെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന റിമൈൻഡർ എന്താണെന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ അറിയാം 4 എന്ന് പറയുന്നത് ഇതിൽ എന്താണ്, ഈ ഒരു ശ്രേണിയുടെ കോമൺ ഡിഫറൻസ് അല്ലെങ്കിൽ പൊതുവ്യത്യാസമാണ് അല്ലേ. എന്നിന്റെ കൂടെ കിടക്കുന്ന നമ്പർ എപ്പോഴും എന്താണ്, പൊതുവ്യത്യാസമാണ്. ഇത് ബീജഗണിത രൂപം എന്ത് ടേമിന്റെ ബീജഗണിത രൂപം ആണെങ്കിൽ, അപ്പോൾ ആ കേസിൽ വരുമ്പോൾ ഇവിടുത്തെ റിമൈൻഡർ എന്ന് പറയുന്നത് എന്തായിരിക്കും, ഞാൻ പറഞ്ഞിട്ടുണ്ട് കോൺസ്റ്റന്റ് ആയിട്ട് കിടക്കുന്ന അവിടുത്തെ നമ്പർ ഏതാ വന്നിരിക്കുന്നത്, -3 ആണ് അല്ലേ. അപ്പോൾ +3 എന്നായിരുന്നെങ്കിൽ നമുക്ക് റിമൈൻഡർ 3 ആണെന്ന് പറയായിരുന്നു. പക്ഷേ ഇവിടെ -3 വന്നുകൊണ്ട് നമ്മൾ റിമൈൻഡർ ഏത് രീതിയിൽ എടുക്കാൻ പാടുള്ളൂ, ആ -3യുടെ കൂടെ ആ ഒരു കോമൺ ഡിഫറൻസ് കൂട്ടി കിട്ടുന്ന ആൻസർ ആണ് റിമൈൻഡർ ആയിട്ട് വരുന്നത് അല്ലേ. അപ്പോൾ ഇവിടെ നോക്കിയേ, നമ്മൾ ആദ്യമേ ബീജഗണിത രൂപം 4n - 3 എഴുതി. അപ്പോൾ പൊതുവ്യത്യാസം 4 ആണ് വരുന്നത്. ഇനി എന്താ ഇവിടെ കോൺസ്റ്റന്റ് നമ്പർ എന്ന് പറഞ്ഞാൽ എങ്ങനെയുള്ള നമ്പർ, നെഗറ്റീവ് നമ്പർ ആയതുകൊണ്ട് തന്നെ അതിനെ നമുക്ക് എന്ത് ചെയ്യണം, CD ആയിട്ട് കൂട്ടണം. അപ്പോൾ CD ആയിട്ട് കൂട്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, -3 ആണല്ലോ ഇവിടെ വന്നിരിക്കുന്നത്, -3യുടെ കൂടെ 4 കൂട്ടുന്നു. അപ്പോൾ കിട്ടുന്ന ആൻസർ എന്താണ്, 1 ആണ് അല്ലേ. അപ്പോൾ റിമൈൻഡർ എന്ന് പറയുന്നത്, അപ്പോൾ ഇവിടെ ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന റിമൈൻഡർ എന്ന് പറയുന്നത് എന്തായിരിക്കും, 1 ആയിരിക്കും. അതേസമയം അതൊരു കോൺസ്റ്റന്റ് നമ്പർ പോസിറ്റീവ് ആയിരുന്നെങ്കിൽ നമുക്ക് അത് തന്നെ എന്തായിട്ട് എടുക്കാമായിരുന്നു, റിമൈൻഡർ ആയിട്ട് എടുക്കാമെന്ന് വെച്ചാൽ ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട് 3n + 1, 3 കോമൺ ഡിഫറൻസും 1 എന്ന് പറയുന്നത് അപ്പോൾ എന്തായിട്ട് നമുക്ക് എടുക്കാം, ഇത് പോസിറ്റീവ് അല്ലേ, അപ്പോൾ അത് റിമൈൻഡർ ആയിട്ട് എടുക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ദ ഫിഫ്ത്ത് ടേം ഓഫ് അർത്തമാറ്റിക് സീക്വൻസ്. ഒരു സമാന്തര ശ്രേണിയുടെ 5ാം പദം 10ഉം 11ാം പദം 30ഉം ആണ് എന്നാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ 23ാം പദം എത്ര എന്നാണ് ചോദ്യം ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ആദ്യമേ നമ്മൾ എന്ത് ചെയ്യുക, 5th ടേമും 11th ടേമും തന്നിരിക്കുന്നതിൽ നിന്ന് കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കുക. അതാണ് നമ്മൾ ആദ്യമേ ചെയ്യേണ്ടത്. കോമൺ ഡിഫറൻസ് നമ്മൾ ഏത് ഇക്വേഷൻ വെച്ച്, ഡിഫറൻസ് ഓഫ് ടേംസ് ഡിവൈഡഡ് ബൈ ഡിഫറൻസ് ഓഫ് പൊസിഷൻ, അല്ലെങ്കിൽ പദങ്ങളുടെ വ്യത്യാസം ബൈ സ്ഥാനങ്ങളുടെ വ്യത്യാസം, ആ ഒരു ഇക്വേഷൻ വെച്ചാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. അങ്ങനെ നമുക്ക് കോമൺ ഡിഫറൻസ് എത്ര കിട്ടി, 10/3 കിട്ടി. ഇനി 23rd ടേം അല്ലേ കണ്ടെത്തേണ്ടത്. അപ്പോൾ അത് കണ്ടെത്താൻ എന്ത് ചെയ്യുക, ഒന്നെങ്കിൽ 5ാം പദത്തിൽ നമുക്ക് 23ാം പദം കണ്ടെത്താം, ഇല്ലെങ്കിൽ 11ാം പദത്തിൽ നമുക്ക് 23ാം പദം കണ്ടെത്താം. അപ്പോൾ ഞാനിവിടെ ചെയ്തിരിക്കുന്നത് 11ാം പദത്തിൽ നിന്നാണ് 23ാം പദം കണ്ടെത്തിയിരിക്കുന്നത്. അപ്പോൾ 11ാം പദം എന്താ വന്നിരിക്കുന്നത്, 30 പ്ലസ് ഇനി 11ാം പദത്തിൽ നിന്ന് 23ാം പദം കിട്ടണമെങ്കിൽ എത്ര കോമൺ ഡിഫറൻസ് ആയിരിക്കണം നമ്മൾ കൂട്ടേണ്ടത്. അത് കണ്ടെത്താൻ വേണ്ടിയാണ് 23. ഇവയുടെ സ്ഥാനങ്ങൾ തമ്മിൽ ഞാൻ എന്ത് ചെയ്തു, മൈനസ് ചെയ്തു. 23 - 11 എന്ന് വെച്ചാൽ 12D ആണ് 11ാം പദത്തിൽ നിന്ന് ഞാൻ കൂട്ടേണ്ടത് 23ാം പദം കിട്ടാൻ വേണ്ടി. അപ്പോൾ 12 ഇൻറ്റു കോമൺ ഡിഫറൻസ് എന്ന് പറയുന്നത് 10/3. അപ്പോൾ 12നെ 10 കൊണ്ട് ഇൻറ്റു ചെയ്തു 120/3. 120നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 40, 30 40 കൂടെ കൂട്ടുമ്പോൾ 70. അങ്ങനെ നമുക്ക് 23ാം പദം കിട്ടി. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഈ ശ്രേണിയുടെ ആദ്യത്തെ 27 പദങ്ങളുടെ തുക കണക്കാക്കാനാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് രണ്ട് ഇക്വേഷൻ ഉണ്ട് സം കണ്ടെത്താൻ വേണ്ടി. n/2 ഇൻറ്റു 2f + n - 1 ഇൻറ്റു d വെച്ച് ചെയ്യാം, അല്ലെങ്കിൽ n/2 ഇൻറ്റു ഫസ്റ്റ് ടേം പ്ലസ് ലാസ്റ്റ് ടേം എന്ന ഇക്വേഷൻ വെച്ച് ചെയ്യാം. അപ്പം നമ്മുടെ കയ്യിൽ ഉള്ളതിന്റെ അടിസ്ഥാനത്തിൽ വേണം നമ്മൾ ഉപയോഗിക്കേണ്ട ഇക്വേഷൻ ഉപയോഗിക്കേണ്ടത്. ഇപ്പം ഈ ഒരു ഇക്വേഷൻ നോക്കുവാണെങ്കിൽ നമുക്ക് n ഉണ്ട്, d ഉണ്ട്, പക്ഷെ എന്തില്ല, f ഇല്ല. ഈ ഒരു ഇക്വേഷൻ നമ്മൾ ഉപയോഗിക്കാൻ പോവുകയാണെങ്കിൽ നമ്മുടെ കയ്യിൽ എന്തില്ല, ഫസ്റ്റ് ടൈമും ഇല്ല, ലാസ്റ്റ് ടൈമും ഇല്ല. അപ്പോൾ ഇവിടെ നമ്മൾ രണ്ട് കാര്യങ്ങൾ കണ്ടുപിടിക്കണം. അപ്പോൾ അതിലും ഭേദം നമ്മൾ ഈ ആദ്യത്തെ ഇക്വേഷൻ വെച്ച് ചെയ്യുന്നതായിരിക്കും നല്ലത്. അവിടെ നമുക്ക് എഫ് മാത്രം കണ്ടെത്തിയാൽ മതി. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ടൈം കണ്ടെത്താം. ഫസ്റ്റ് ടൈം ഞാൻ ഇവിടെ എന്താ ചെയ്യുന്നത്, ഞാനിവിടെ നമുക്ക് രണ്ട് പദങ്ങളുണ്ടല്ലോ, 5ാം പദമുണ്ട് 11ാം പദമുണ്ട്. ഞാൻ 5ാം പദത്തിൽ നിന്നാണ് 1ാം പദം കണ്ടെത്തുന്നത്. അപ്പോൾ 5ാം പദത്തിൽ നിന്ന് പുറകിലോട്ടല്ലേ 1ാം പദം കണ്ടെത്തുന്നത്. അപ്പോൾ 5ാം പദം എത്ര, 10. പുറകിലോട്ടായതുകൊണ്ടാണ് ഞാൻ ഇവിടെ മൈനസ് ഇട്ടത്. ഇനി എത്ര ഡി എനിക്ക് കൂട്ടണം, അത് അതിന് എന്ത് ചെയ്താൽ മതി, സ്ഥാനങ്ങളുടെ വ്യത്യാസം എടുത്താൽ മതി. 5ഉം 1ഉം തമ്മിലുള്ള സ്ഥാനങ്ങളുടെ വ്യത്യാസം. അപ്പോൾ 4D ഞാൻ എന്ത് ചെയ്യണം, കുറയ്ക്കണം. 5ാം പദത്തിൽ നിന്ന് 1ാം പദം കണ്ടെത്താൻ വേണ്ടി 4D ഞാൻ എന്ത് ചെയ്യണം, കുറയ്ക്കണം. മുന്നോട്ടായിരുന്നെങ്കിൽ കൂട്ടണം. അങ്ങനെ 4 × 10/3, അപ്പോൾ 40/3 എന്ന് കിട്ടി. അപ്പോൾ ഇവിടെ ഈ 10 എന്ന് പറയുന്നത് എന്താ, നമ്പറും 40/3 എന്ന് പറയുന്നത് എന്താ, ഒരു ഫ്രാക്ഷനും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാൻ പറ്റത്തില്ല, മൈനസ് ചെയ്യാൻ പറ്റത്തില്ല. മൈനസ് ചെയ്യണമെങ്കിൽ ഈ നമ്പറിനെ എന്താക്കി മാറ്റണം, ഫ്രാക്ഷൻ ആക്കി മാറ്റണം. അപ്പോൾ ഇവിടുത്തെ ഡിനോമിനേറ്റർ എത്ര വന്നിരിക്കുന്നത്, 3 അല്ലേ വന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഞാൻ എന്താക്കണം, ഡിനോമിനേറ്റർ 3 ആക്കണമെങ്കിൽ താഴെ /3 ആക്കിയിട്ട് 1 × 3 ആക്കുമ്പോൾ മുകളിൽ എന്ത് തന്നെ ചെയ്യുക, × 3 തന്നെ ചെയ്യുക. അങ്ങനെയാണ് എനിക്ക് 30/3 എന്ന് കിട്ടിയത്. അപ്പോൾ 30/3 കിട്ടിയിട്ട് അതിൽ നിന്ന് 40/3 കുറച്ചു. അങ്ങനെ എനിക്ക് ഫസ്റ്റ് ടൈം കിട്ടി -10/3 എന്ന് കിട്ടി. ഇനി ആദ്യത്തെ ഇക്വേഷൻ ഞാൻ ഇങ്ങോട്ടേക്ക് ഇട്ട് കൊടുത്തു. 27/2 എത്ര പദങ്ങളുടെ തുകയാണ്, 27 പദങ്ങളുടെ. അപ്പോൾ 27/2 ഇൻറ്റു 2 ഇൻറ്റു എഫ് എന്ന് പറയുന്നത് -10/3 പ്ലസ് n - 1 അല്ലേ. അപ്പോൾ 27 - 1 ഇൻറ്റു ഡി എന്ന് പറയുന്നത് 10/3. അങ്ങനെ ഇട്ട് കൊടുത്തു. ഇതിൽ
2നെ -10/3 കൊണ്ട് ഇൻഡു ചെയ്തപ്പോൾ -20/3 കിട്ടി. പ്ലസ് ഇത് വേണം നമ്മൾ ആദ്യമേ ചെയ്ത് തീർക്കാം. ഇത് ചെയ്ത് തീർത്തതിന് ശേഷം മാത്രമേ കിട്ടുന്ന ആൻസർ പ്ലസ് ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ ഇവിടെ 27 നിന്ന് 1 ഞാൻ കുറച്ചപ്പോൾ 26 കിട്ടി. 26നെ 10 കൊണ്ട് ഇൻഡു ചെയ്തു. അപ്പോൾ 260/3 എന്ന് കിട്ടി. ഇവിടെ രണ്ടിടത്തും ഫ്രാക്ഷൻ ആണ്, രണ്ട് ഫ്രാക്ഷനും ഈക്വൽ, അതിന്റെ ഡിനോമിനേറ്റേഴ്സ് ഈക്വൽ ആണ്. അതുകൊണ്ട് എനിക്ക് ഡയറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യാം, പ്ലസോ മൈനസോ ചെയ്യാം. അപ്പോൾ ഇവിടെ മൈനസും പ്ലസും ആയതുകൊണ്ട് മൈനസും പ്ലസും കൂടെ ചേരുമ്പോൾ മൈനസ് വരുന്നത് 260 നിന്ന് 20 മൈനസ് ചെയ്യുമ്പോൾ 240. അങ്ങനെ 240/3 എന്ന് കിട്ടി. 3യുടെ ടേബിളിൽ 240 ഉണ്ട്, അതുകൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 80 എന്ന് കിട്ടി. ഇനി 27/2 ഇൻറ്റു 80. അപ്പോൾ എനിക്ക് വേണമെങ്കിൽ ഈ ബൈ 2നെ 8 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അങ്ങനെ എനിക്ക് 40 എന്ന് കിട്ടി. അപ്പോൾ 27 ഇൻറ്റു 40 ഈക്വൽ ടു 1080 എന്നാണ് സമ്മ് കിട്ടുന്നത്. മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യൻ എന്താ? അടുത്ത ക്വസ്റ്റ്യനിൽ പറയുന്നത് ഒരു സമാന്തര ശ്രേണിയുടെ 7ാം പദത്തിന്റെയും 15ാം പദത്തിന്റെയും തുകയാണ് തന്നിരിക്കുന്നത്. 7ാം പദവും 15ാം പദത്തിന്റെയും തുക 50 ആണ്. അങ്ങനെയാണെങ്കിൽ ഈ ശ്രേണിയുടെ 11ാം പദം കണ്ടെത്താനാണ് ആദ്യത്തെ ക്വസ്റ്റ്യൻ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ഇത്തരം ഒരു ശ്രേണിയുടെ പൊതുവ്യത്യാസം 3 ആണെങ്കിൽ, അപ്പൊ ഇതിന്റെ പൊതുവ്യത്യാസം നമുക്ക് തന്നിട്ടില്ല, അത് 3 ആണെങ്കിൽ ആ ശ്രേണിയുടെ 13ാം പദം കണ്ടെത്താനാണ് പറഞ്ഞിരിക്കുന്നത്. എന്നിട്ട് അതിന്റെ 13ാം പദം കണ്ടെത്തുകയും വേണം, അതിന്റെ ആദ്യത്തെ 25 പദങ്ങളുടെ തുക കണക്കാക്കുകയും വേണം. അപ്പോൾ ഇതെങ്ങനെ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന പോലെ x7 എന്ന് വെച്ചാൽ 7ാം പദവും 15ാം പദത്തിന്റെയും തുക എന്ന് പറയുന്നത് എത്ര? 50 ആണ് അല്ലേ? അപ്പോൾ അങ്ങനെ ആകുമ്പോൾ 7ാം പദം നമ്മൾ എങ്ങനെ എടുക്കുന്നത്? ആദ്യത്തെ പദത്തിൽ നിന്ന് 6d കൂട്ടുമ്പോഴാണ് 7ാം പദം കിട്ടുന്നത്. 15ാം പദവും ആദ്യത്തെ ടേമിൽ നിന്ന് അല്ലെങ്കിൽ ആദ്യ പദത്തിൽ നിന്ന് 14d കൂട്ടുമ്പോഴാണ് 15ാം പദം കിട്ടുന്നത്. ഇവ തമ്മിൽ കൂട്ടുമ്പോഴാണ് നമുക്ക് എത്ര കിട്ടുന്നത്? 50 കിട്ടുന്നത്. അപ്പോൾ ഞാൻ ഈ ഇക്വേഷൻ ഇതിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തു. അപ്പോൾ f + 6d എന്ന് പറയുന്നത് x7ഉം f + 14d എന്ന് പറയുന്നത് x15ഉമാണ്. അതിൽ നിന്ന് ഉം തമ്മിൽ കൂട്ടിയപ്പോൾ 2f ഉം 6dയും 14dയും തമ്മിൽ കൂട്ടിയപ്പോൾ 20dയും കിട്ടി. ഇതിൽ നിന്ന് എനിക്ക് അപ്പോൾ ഇതെന്ന് പറയുന്നത് എന്തിനോട് ഈക്വലാണ്? 50യോട് ഈക്വൽ അല്ലേ? കാരണം ഇവ തമ്മിൽ കൂട്ടുമ്പോൾ 50 ആണ്. അപ്പോൾ ഇതെന്ന് പറയുന്നതാണ് 50യോട് ഈക്വൽ ആണ്. ഇതിൽ നിന്ന് എനിക്ക് എന്ത് കോമൺ എടുക്കാം? അല്ലെങ്കിൽ ഈ ഒരു ഇക്വേഷൻ എനിക്ക് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. കാരണം എല്ലാം 2ന്റെ മൾട്ടിപ്പിൾ ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ 2 കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോൾ 15നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോൾ 25 കിട്ടി. 2fനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോൾ f എന്ന് കിട്ടി. 20dനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോൾ 10d എന്ന് കിട്ടി. ഓക്കെ, ഇനി അപ്പൊ നമുക്ക് ആദ്യം ചോദിച്ചിരിക്കുന്ന 11ാം പദം കണ്ടെത്താനല്ലേ ചോദിച്ചിരിക്കുന്നത്. നമ്മൾ എങ്ങനെ 11ാം പദം കണ്ടെത്തുന്നത്? f+ എന്ന് വെച്ചാൽ 1ാം പദത്തിൽ നിന്ന് എത്ര d കൂട്ടണം? 10d അല്ലേ കൂട്ടേണ്ടത്. എന്ന് വെച്ചാൽ 11ൽ നിന്ന് ഈ 1ാം പദത്തിന്റെ 1ാം സ്ഥാനവും അതേപോലെ 1ാം പദത്തിന്റെ 1ാം സ്ഥാനവും 11ാം പദത്തിന്റെ 11ഉം തമ്മിൽ എന്ത് ചെയ്താൽ മതി? കുറയ്ക്കുമ്പോൾ നമുക്ക് എത്ര d കൂട്ടണം എന്നുള്ള കിട്ടും. അപ്പോൾ f + 11 - 1 × d. അപ്പോൾ എത്ര d? 1ാം പദത്തിൽ നിന്ന് ഇത് കൂട്ടണം 11ാം പദം കിട്ടാൻ വേണ്ടി 10d അല്ലെ? f + 10d. അപ്പോൾ ഇവിടെ നോക്കിയാൽ നമുക്ക് ഓൾറെഡി f + 10d എത്ര നമുക്ക് കിട്ടിയിട്ടുണ്ട്? എത്ര? 25. അപ്പോൾ ഇത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്ന എന്തായിരിക്കും? 25 എന്നായിരിക്കും. ഇതിന്റെ അർത്ഥം എന്താ? x11 എന്ന് പറയുന്നത് അല്ലെങ്കിൽ 11ാം പദം എന്ന് പറയുന്നത് എത്രയാണ്? 25 ആണ്. മനസ്സിലായോ? ഇനി ഇത്രയും ചെയ്യുന്നതിന് പകരം ഏറ്റവും സിമ്പിൾ ആയിട്ട് ഒരു വേ ഉണ്ട്. ഇവിടെ 7ാം പദവും 15ാം പദമാണ് നമുക്ക് തന്നിരിക്കുന്നത് അല്ലേ? അപ്പൊ ഈ 7ാം പദത്തിനും 15ാം പദത്തിനും മിഡിൽ ആയിട്ടാണ് ഏത് പദം വന്നിരിക്കുന്നത്? 11ാം പദം വന്നിരിക്കുന്നത്. നോക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പൊ അങ്ങനത്തെ കേസിൽ ഏതെങ്കിലും രണ്ട് പദങ്ങളുടെ തുക തന്നിട്ട് അതിന്റെ മിഡിലായിട്ട് ഇരിക്കുന്ന പദമാണോ എന്ന് ചെക്ക് ചെയ്യുവാണെങ്കിൽ, അങ്ങനെ മിഡിലായിട്ട് അല്ലെങ്കിൽ മധ്യപദമാണ് കണ്ടെത്താൻ ചോദിക്കുന്നതെങ്കിൽ അവയുടെ തുക എന്ത് ചെയ്താൽ മതി? തുകയുടെ പകുതി എടുത്താൽ മതി. തുകയുടെ പകുതി ആയിരിക്കും ആ മിഡിൽ ടേം എന്ന് പറയുന്നത്. അപ്പൊ 7ാം പദത്തിന്റെയും 15ാം പദത്തിന്റെയും പകുതിയാണ് ഈ ഇവിടുത്തെ 11ാം പദം എന്ന് പറയുന്നത്. 50/2 = 25. അപ്പൊ ഏറ്റവും സിമ്പിൾ ആയിട്ട് ഈ രീതി ചെയ്യാം. അത് കഴിഞ്ഞിട്ട് അവർ കോമൺ ഡിഫറൻസ് 3 ആയിട്ട് എടുക്കുമ്പോൾ 13ാം പദം എത്രയാണെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ ഓൾറെഡി 11ാം പദം എത്ര നമ്മുടെ ഉണ്ടല്ലോ. അപ്പോൾ 11ാം പദത്തിൽ നിന്ന് 13ാം പദം കണ്ടെത്താൻ എത്ര d കൂട്ടണം? 2d കൂട്ടണം അല്ലേ? അവിടെ d എത്രയാണെന്ന് പറയുന്നുണ്ട്? 3 ആണ്. അപ്പോൾ 11ാം പദം 25 + 2d എന്ന് പറയുമ്പോൾ 2 × 3. അപ്പോൾ 25 + 6 = 31. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്താ പറയുന്നത്? വാട്ട് ഈസ് ദി സം ഓഫ് ദി ഫസ്റ്റ് 25 ടൈംസ്? ആദ്യത്തെ 25 പദങ്ങളുടെ തുക. അപ്പോൾ അത് കണ്ടെത്താൻ വേണ്ടി ഈ ഇക്വേഷൻ ആയിരിക്കും നല്ലത്. കാരണം നമ്മുടെ എന്തുണ്ട്? 1ാം പദമുണ്ട്, n ഉണ്ട്, d ഉണ്ട്. അപ്പോൾ ഈ ഇക്വേഷൻ ഉപയോഗിക്കാം. അപ്പോൾ 25 എത്ര പദങ്ങൾ? 25 പദങ്ങളുടെ തുക. അപ്പോൾ 25/2 × 2f എന്ന് പറയുമ്പോൾ 2 × -5 ആണ് 1ാം പദം അല്ലേ? ഇവിടെ 1ാം പദം ഏതിൽ നിന്നാണ് കണ്ടെത്തിയിരിക്കുന്നത്? 11ാം പദത്തിൽ നിന്നാണ് കണ്ടെത്തിയിരിക്കുന്നത്. അപ്പോൾ 11ാം പദത്തിൽ നിന്ന് 10d കുറയ്ക്കണം. 1ാം പദം എന്ന് പറയുന്ന പുറകിലോട്ടല്ലേ? അപ്പോൾ 10d കുറയ്ക്കുമ്പോൾ 25 - 10d എന്ന് പറയുമ്പോൾ 10 × 3 30. 25 - 30 = -5. ആ -5 ആണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. പ്ലസ് n-1 എന്ന് വെച്ചാൽ 25 പദങ്ങളുടെ നിന്ന് 25 - 1 × d എന്ന് പറയുന്ന 3. അപ്പോൾ 25/2 × -25 പ്ലസ് 25 എന്ന് 1 കുറയ്ക്കുമ്പോൾ 24 × 3. അപ്പോൾ 24 × 3 എന്ന് പറയുന്നത് 72 ആണ്. അതിൽ നിന്ന് -10 പ്ലസ് 72. അപ്പോൾ ഇവ തമ്മിൽ എന്താ ചെയ്യേണ്ടത്? മൈനസ് ചെയ്യേണ്ടത്. അപ്പോൾ 72ൽ നിന്ന് 10 മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 62 എന്ന് കിട്ടും. 62ന്റെ പകുതി ഞാൻ എടുത്തു 31. അപ്പോൾ 25നെ 31 കൊണ്ട് ഇൻറ്റു ചെയ്യുമ്പോൾ 775. ഇങ്ങനെയാണ് നമുക്ക് 25 പദങ്ങളുടെ തുക കിട്ടുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ആദ്യത്തെ തന്നെ ചോദിച്ചിരിക്കുന്നത് കാൽക്കുലേറ്റ് 1 + 2 + 3 + etc. + 20 അല്ലെ? ഇവിടെ കുറെ സംഖ്യകൾ തന്നിട്ട് അവയുടെ തുകയാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഇത് കാണുമ്പോൾ തന്നെ നമുക്കറിയാം ഈ 1, 2, 3, 4, 5 എന്ന് പറയുന്നത് ഏത് ഗണത്തിൽ വരും? നാച്ചുറൽ നമ്പേഴ്സ് ആണ് അല്ലെ? എണ്ണൽ സംഖ്യകൾ. അപ്പൊ എണ്ണൽ സംഖ്യകളുടെ തുക കണ്ടെത്താൻ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് ഒരു ഇക്വേഷൻ പഠിച്ചിട്ടില്ലേ? എന്തായിരുന്നു? n × n+1/2 അല്ലെ? n × n+1/2. അപ്പൊ ആ ഇക്വേഷൻ വെച്ച് എന്ത് ചെയ്താൽ മതി? ഈ എത്ര പദങ്ങളുണ്ട്? ഇത് 1ൽ നിന്ന് തുടങ്ങുന്ന കോമൺ ഡിഫറൻസ് 1 വെച്ചാണ് വരുന്നത്. അപ്പോൾ 1 തൊട്ട് 20 വരെ പദങ്ങൾ എന്ന് പറയുമ്പോൾ ടോട്ടൽ എത്ര പദങ്ങൾ കാണും? 20 പദങ്ങളുണ്ട്. അപ്പോൾ
എന്നിന്റെ സ്ഥാനത്ത് 20 ഇട്ടിട്ട് n ഇൻറ്റു n പ്ലസ് 1/2 എന്ന ഇക്വേഷൻ വെച്ച് നമ്മൾ എന്ത് കണ്ടെത്തുക, തുക കണ്ടെത്തുക. അപ്പോൾ 20 ഇൻറ്റു 21/2, 20നെയും 2നെയും ഡിവൈഡ് ചെയ്യുമ്പോൾ 10 കിട്ടും. 10 ഇൻറ്റു 21 ഈക്വൽ ടു 210. അങ്ങനെയാണ് ഇത് ചെയ്യേണ്ടത്. രണ്ടാമത്തെ കേസ് ഒന്ന് നോക്കിയേ. കാൽക്കുലേറ്റ് 3 + 6 + 9 + 60 ഇങ്ങനെയാണ് തന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നോക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഇതെന്ന് പറയുന്നത് മൂന്നിന്റെ ഗുണിതങ്ങളാണ് തന്നിരിക്കുന്നത് അല്ലേ, മൾട്ടിപ്പിൾ ഓഫ് 3. അപ്പോൾ ഇങ്ങനത്തെ കേസിലും എങ്ങനെ സം കണ്ടെത്തണം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. എന്താ ചെയ്യേണ്ടത്? ആദ്യമേ നമ്മൾ ഇതിൽ നിന്ന് എത്ര n എത്രയാണെന്ന് നമ്മൾ കണ്ടെത്തണം. അപ്പൊ n കണ്ടെത്താൻ എന്ത് ചെയ്താൽ മതി? നമ്മൾ ഈ ഒരു ഇക്വേഷൻ ഉപയോഗിക്കുന്നു. ലാസ്റ്റ് ടേം എന്ന് പറയുന്നത് എത്ര? 60 അല്ലേ. ലാസ്റ്റ് ടേം ഈക്വൽ ടു ഫസ്റ്റ് ടേമിൽ നിന്ന് എത്ര ഡി കൂട്ടുമ്പോഴാണ് ലാസ്റ്റ് ടേം എന്നുള്ളത് നോക്കുക. അപ്പൊ ഇതിൽ നിന്ന് നമ്മൾ എന്താ കണ്ടെത്താൻ പോകുന്നത്? n എത്ര എന്നാണ് കണ്ടെത്താൻ പോകുന്നത്. അപ്പൊ ഫസ്റ്റ് ടൈം എത്ര? 3 പ്ലസ് n - 1 × 3. അപ്പോൾ n - 1 × 3 എന്ന് പറയുമ്പോൾ n-നെ 3 കൊണ്ട് ഇൻറ്റു ചെയ്യുക, 1-നെയും 3 കൊണ്ട് ഇൻറ്റു ചെയ്യുക. അപ്പോൾ 3 + 3n - 3. ഇതിലെ 3യും -3യും തമ്മിൽ ക്യാൻസൽ ആയിപ്പോൾ. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? ലാസ്റ്റ് ടേം എന്ന് പറയുന്നത് 60 ഈക്വൽ ടു ഇതിൽ നിന്ന് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 3 എന്ന് കിട്ടും. ഇതിൽ നിന്ന് നമുക്ക് n കിട്ടാൻ വേണ്ടി ഈ 3നെ ഈക്വൽ ഇപ്പുറത്തേക്ക് ഇട്ട് കൊടുക്കും. അപ്പോൾ ഡിവിഷൻ ആയി മാറും. അപ്പോൾ n ഈക്വൽ ടു 60/3 ഈക്വൽ ടു എന്തെന്ന് കിട്ടി? 20 എന്ന് കിട്ടി. അതിന്റെ അർത്ഥം എന്താ? 3 തൊട്ട് 60 വരെയുള്ള എത്ര പദങ്ങളുണ്ട്? 20 പദങ്ങളുണ്ട്. ഇനി നോക്കിയേ, ഇവിടെ 3n ഈക്വൽ ടു 60 എന്ന് പറഞ്ഞാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഈ 3 എന്ന് പറയുന്നത് എന്താ? ബീജഗണിത രൂപം അല്ലേ. അപ്പോൾ ഇത് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഈ രണ്ടാമത്തെ പദം എന്ന് പറയുന്നത് എന്തിന്റെ മൾട്ടിപ്പിളാ? ഗുണിതമാണ്, 3ന്റെ ഗുണിതമാണ്. അപ്പോൾ ഇതിന്റെ സമ്മിനെ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? ഇതിൽ നിന്ന് നമുക്ക് എന്ത് കോമൺ ആയിട്ട് എടുക്കാം? 3 കോമൺ ആയിട്ട് എടുക്കാം അല്ലേ. 3 കോമൺ ആയിട്ട് എടുക്കുമ്പോൾ ഇതിൽ നിന്ന് ഞാൻ 3 പുറത്തേക്ക് എടുക്കുകയാണെങ്കിൽ ഇവിടെ എന്ത് വരും? 1. ഇതിൽ നിന്ന് 6 നിന്ന് 3 കോമൺ ആയിട്ട് എടുക്കുമ്പോൾ ഇവിടെ എന്ത് വരും? 2. ഇവിടെയും 9 നിന്നും 3 കോമൺ ആയിട്ട് എടുക്കുമ്പോൾ ഇവിടെ എന്താ വരുന്നത്? 3. അതേപോലെ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് 16 നിന്നും 3 കോമൺ ആയിട്ട് എടുക്കുമ്പോൾ ഇവിടെ എന്താ വരുന്നത്? 20. അപ്പോൾ 1 2 3 പിന്നെ എക്സെട്ര 20. ഇത് നാച്ചുറൽ നമ്പേഴ്സ് തന്നെയല്ലേ വരുന്നത്. അപ്പോൾ ഇവിടെ കോമൺ ആയിട്ട് എടുത്ത 3 ഇൻറ്റു നാച്ചുറൽ നമ്പേഴ്സ് എന്ന് എനിക്ക് പറഞ്ഞുകൂടെ? അപ്പോൾ നമുക്ക് സം കണ്ടെത്താൻ എന്ത് ചെയ്താൽ മതി? 3 ഇൻറ്റു സം ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് എന്ന് പറയുന്ന ഇക്വേഷൻ വെച്ച് ചെയ്താൽ മതി. അപ്പോൾ 3 ഇൻറ്റു സം ഓഫ് 20 ടേംസ് അല്ലേ, 20 ടേമുകൾ ഉള്ളത്. അപ്പോൾ ആ സം ഓഫ് 20 ടേംസ് അല്ലെ സം ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് നമ്മൾ ഓൾറെഡി ഇവിടെ കണ്ടെത്തി വെച്ചിട്ടുണ്ട്. 210 എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ആ 210 ഇങ്ങോട്ടേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ 3 ഇൻറ്റു 210 ഈക്വൽ ടു എത്ര? 630. അതാണ് സെക്കൻഡ് ക്വസ്റ്റിന്റെ ആൻസർ. ഇനി അടുത്തത് ഇവിടെ ശ്രേണി തന്നിട്ടില്ല, പകരം ഒരു ബീജഗണിത രൂപം തന്നിട്ടുണ്ട്. കാൽക്കുലേറ്റ് ദി സം ഓഫ് ദി ഫസ്റ്റ് 20 ടേംസ് ഓഫ് ദി അർത്തമാറ്റിക് സീക്വൻസ് ഹൂസ് ആൾജിബ്രിക് ഫോം ഈസ് xn ഈക്വൽ ടു 3n + 2. എന്താ പറഞ്ഞിരിക്കുന്നത്? ഒരു ബീജഗണിത രൂപം തന്നിട്ട് ആ ബീജഗണിത രൂപത്തിൽ നിന്ന് നമ്മൾ എന്ത് കണ്ടെത്തണം? ആ ശ്രേണിയുടെ ആദ്യത്തെ 20 പദങ്ങളുടെ തുക കണ്ടെത്തണം. അപ്പോൾ ബീജഗണിത രൂപം തരുന്ന കേസിലെല്ലാം നമ്മൾ എന്താ ചെയ്യേണ്ടത്? അതിൽ നിന്ന് കോമൺ ഡിഫറൻസും ഫസ്റ്റ് ടേമും കണ്ടെത്താൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ എന്നിന്റെ കൂടെ കിടക്കുന്നത് എപ്പോഴും എന്തായിരിക്കും? കോമൺ ഡിഫറൻസ് ആയിരിക്കും. ഇനി ഈ കോൺസ്റ്റന്റ് നമ്പർ എന്തായിരിക്കും? ഒന്നെങ്കിൽ റിമൈൻഡർ എന്ന് നമുക്ക് പറയാം, അല്ലെങ്കിൽ f - d = 2 എന്ന് പറയാം അല്ലേ. അതിൽ d എന്ന് പറയുന്നത് 3 ആണ്. അപ്പോൾ അതിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് അത് ഞാൻ ഈക്വൽ ഇപ്പുറത്തേക്ക് ഇട്ട് കൊടുത്തു. അപ്പോൾ -3 എന്ന് പറയുന്നത് ഈക്വൽ ഇപ്പുറത്തേക്ക് വരുമ്പോൾ +3 ആവും. അപ്പോൾ f = 2 + 3 = 5. അങ്ങനെ നമ്മൾ എന്ത് ചെയ്യുന്നു? നമുക്ക് ഫസ്റ്റ് ടേമും കോമൺ ഡിഫറൻസും കിട്ടി. ഇനി നമ്മൾ സം ഓഫ് ഫസ്റ്റ് 20 ടേംസിന്റെ ഇക്വേഷൻ n/2 × 2f + n - 1 × d എന്ന ഇക്വേഷനിലേക്ക് നമുക്ക് അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് കൊടുക്കാം. അപ്പോൾ n എത്ര? 20/2 × 2f എന്ന് പറയുമ്പോൾ f എത്ര? 5 ആണ് അല്ലേ. 2 × 5 + 20 - 1 × 3. അവിടെ 2 × 5 എന്ന് പറയുന്നത് 10 ആണ്. 20/2 എന്ന് പറയുന്നത് 10 ആണ്. പ്ലസ് ഇവിടെ 20 - 1 എന്ന് പറയുന്നത് 19 ആണ്. 19 × 3 ചെയ്തതിന് ശേഷം വേണം. അപ്പോൾ 19 × 3 ചെയ്യുമ്പോൾ 57. 57ന്റെ കൂടെ 10 പ്ലസ് ചെയ്യുമ്പോൾ എത്ര കിട്ടും? 67 കിട്ടും. 67ന്റെ കൂടെ × 10 ചെയ്യുമ്പോഴാണ് 670 കിട്ടുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ഒരു സമാന്തര ശ്രേണിയുടെ ആദ്യത്തെ n പദങ്ങളുടെ തുക എന്ന് പറയുന്നത് 3n² + n എന്നാണ് തന്നിരിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം ഈ n² കൂടെ കിടക്കുന്ന നമ്പർ എന്ന് പറയുന്നത് എന്താ ഉദ്ദേശിക്കുന്നത്? d/2 ആണല്ലേ. എന്ന് വെച്ചാൽ പൊതു വ്യത്യാസത്തിന്റെ പകുതിയാണ് ആ n² കൂടെ കിടക്കുന്ന കോഎഫിഷ്യന്റ്. അതേപോലെ n-ന്റെ കൂടെ കിടക്കുന്നതോ അത് f - d/2 ആണ്. അപ്പോൾ n-ന്റെ കൂടെ നമ്പർ ഒന്നും ഇല്ലെങ്കിലും അതിന്റെ അർത്ഥം എന്താണ്? അവിടെ 1 ഉണ്ടെന്നാണ് അർത്ഥം. അപ്പോൾ n-ന്റെ കൂടെ കിടക്കുന്ന f - d/2 = 1 എന്ന് നമ്മൾ എഴുതുക. അപ്പോൾ എപ്പോഴും ഒരു ബീജഗണിത രൂപം ചെയ്യുമ്പോൾ ഈ രീതിയിൽ നമ്മൾ എന്ത് ചെയ്യണം? എഴുതണം. ഓക്കെ, അങ്ങനെ വരുമ്പോൾ ഇതിലെ ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്താ ചോദിച്ചിരിക്കുന്നത്? ഈ ശ്രേണിയിലെ ആദ്യത്തെ പദവും അതിന്റെ ആദ്യത്തെ 2 പദങ്ങളുടെ തുകയും കണക്കാക്കാനാണ് പറഞ്ഞത്. അപ്പോൾ നമ്മൾ ഓൾറെഡി പറഞ്ഞു n-ന്റെ കൂടെ കിടക്കുന്നത് f - d/2 ആയതുകൊണ്ട് തന്നെ നമ്മൾ ആ f കണ്ടെത്താൻ വേണ്ടി എന്ത് ചെയ്യുക? d/2 നമുക്ക് എത്രയാണെന്ന് അറിയാം, 3 ആണല്ലേ. അപ്പോൾ f-ൽ നിന്ന് 3 അങ്ങ് കുറയ്ക്കുക. അപ്പോൾ f-ൽ നിന്ന് d/2 കുറയ്ക്കുന്ന സമയത്ത് നമുക്ക് എന്താ ആൻസർ കിട്ടുന്നത്? 1 ആണ് കിട്ടുന്നത്. അതിൽ -3നെ ഈക്വൽ ഇപ്പുറത്ത് ഇട്ട് കൊടുക്കുമ്പോൾ f നമുക്ക് എത്ര കിട്ടി? 4 എന്ന് കിട്ടി. അപ്പോൾ ആദ്യത്തെ പദം എന്ന് പറയുന്നത് എത്ര ആയിരിക്കും? 4 ആയിരിക്കും. ഇനി ആദ്യത്തെ 2 പദങ്ങളുടെ തുക നമുക്ക് കണ്ടെത്തണം അല്ലേ. തുക കണ്ടെത്താൻ വേണ്ടി ഇവിടെ നോക്കിയാൽ നമുക്കറിയാം, ഇവിടെ ഓൾറെഡി നമുക്ക് എന്ത് തന്നിട്ടുണ്ട്? തുകയുടെ ബീജഗണിത രൂപം തന്നിട്ടുണ്ട്. അതിൽ n-ന്റെ സ്ഥാനത്ത് എന്തെന്ന് ഇട്ട് കൊടുത്താൽ മതി? ഇപ്പം എത്ര പദങ്ങളുടെ തുകയാണ് കണ്ടെത്തേണ്ടത്? ആ നമ്പർ ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ 2 അല്ലേ ഇവിടെ പറഞ്ഞിരിക്കുന്ന 2 പദങ്ങളുടെ തുകയല്ലേ. അപ്പോൾ n-ന്റെ സ്ഥാനത്ത് 2 എന്ന് ഇട്ട് കൊടുക്കുക. അപ്പോൾ നമ്മൾ എങ്ങനെ എഴുതും? 3n² + n എന്ന് പറയുന്നതിനെ നമ്മൾ എങ്ങനെ എഴുതും? 3 × 2² + 2 എന്ന് എഴുതും. അപ്പോൾ 3 × 2² എന്ന് പറയുന്നത് 4, 4 × 3 എന്ന് പറയുന്നത് എത്ര ആയിരിക്കും? 12 ആയിരിക്കും. അതിന്റെ കൂട്ടത്തിൽ പിന്നെ 2 കൂടെ ആഡ് ചെയ്യുമ്പോൾ എത്ര നമുക്ക് കിട്ടുന്നത്? 14 എന്നായിരിക്കും കിട്ടുന്നത്. അപ്പോൾ ആദ്യത്തെ 2 പദങ്ങളുടെ തുക നമുക്ക് കിട്ടി.
ഇനി സമാന്തര ശ്രേണിയിലെ ബീജഗണിത രൂപം എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. എന്ന് വെച്ചാൽ n-ാം പദത്തിന്റെ ബീജഗണിത രൂപം. അപ്പോൾ നമുക്ക് ഓൾറെഡി നമ്മുടെ എന്തൊക്കെയുണ്ട്, നമ്മുടെ d ഉണ്ട്, അതേപോലെ നമ്മുടെ എന്തും ഉണ്ട്, f ഉണ്ട് അല്ലേ. അപ്പോൾ നമ്മൾ ഏത് ഇക്വേഷൻ വെച്ച് ചെയ്തത്, xn = dn + f - d ആ ഒരു ഇക്വേഷൻ വെച്ച് ചെയ്താൽ മതി. d 6 ആയതുകൊണ്ട് തന്നെ 6n + f എന്ന് പറയുന്നത് 4 - 6, അപ്പോൾ 6n - 2 എന്നാണ്. അടുത്ത ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത് 7, 11, 15 എന്ന് പറയുന്ന ഒരു സമാന്തര ശ്രേണിയുടെ ബീജഗണിത രൂപം എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇതിൽ നിന്ന് എന്തൊക്കെ കണ്ടെത്തുക, എഫ് കണ്ടെത്തണം, അതേപോലെ ഡി നമ്മൾ കണ്ടെത്തണം അല്ലേ. അപ്പോൾ എഫ് എത്ര ആയിരിക്കും വരുന്നത്, എഫ് എന്ന് പറയുന്നത് 7 ആയിരിക്കും, ഡി എന്ന് പറയുന്നത് 4 ആയിരിക്കും. അപ്പോൾ ബീജഗണിത രൂപം കണ്ടെത്താൻ വേണ്ടി ഏത് ഇക്വേഷൻ നമ്മൾ എടുക്കേണ്ടത്, xn = dn + f - d എന്ന ഇക്വേഷനാണ് എടുക്കുന്നത്. അപ്പോൾ നമ്മൾ യൂസ് ചെയ്യേണ്ട ഇക്വേഷൻ എന്ന് പറയുന്നത് xn = dn + f - d. അതിൽ ഡി എന്ന് പറയുന്നത് 4 ആണ്, എഫ് എന്ന് പറയുന്നത് 7 ആണ്. അപ്പോൾ ഡിന്റെ സ്ഥാനത്ത് 4 എന്ന് എഴുതുക, എഫ് - ഡിയുടെ സ്ഥാനത്ത് 7 - 4 എന്ന് എഴുതുക. അപ്പോൾ നമുക്ക് കിട്ടുന്ന 4n + 3 ആയിരിക്കും. അതാണ് ഇതിന്റെ ഓൾജിബ്രിക് ഫോം എന്ന് പറയുന്നത്. ഇനി നമുക്ക് രണ്ടാമത് കണ്ടെത്തേണ്ടത് ഇതിൽ ഒരു പെർഫെക്റ്റ് സ്ക്വയർ വരുന്നില്ലെന്ന്. അപ്പോൾ നമുക്ക് ഈ ഒരു ശ്രേണിയിൽ പെർഫെക്റ്റ് സ്ക്വയേഴ്സ് വരുന്നില്ലെന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ പെർഫെക്റ്റ് സ്ക്വയറുകൾ വരുന്നില്ലെന്ന് നമ്മൾ പ്രൂവ് ചെയ്യാൻ വേണ്ടി എന്ത് ചെയ്യുക, ഈ സാധാ രീതിയിൽ പെർഫെക്റ്റ് സ്ക്വയറുകൾ എടുക്കുക. ഏതൊക്കെയാണ് നമ്മുടെ പെർഫെക്റ്റ് സ്ക്വയേഴ്സ് വരുന്നത്, 1, 4, 9, 16, 25 അല്ലേ. അപ്പോൾ ഇതാണ് പെർഫെക്റ്റ് സ്ക്വയേഴ്സ് ആയിട്ട് വരുന്നത്. ഇനി നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഇവിടുന്ന് കണ്ടെത്തണം ഈ ഒരു ശ്രേണിയിൽ 7, 11, 15 എന്ന് പറയുന്ന ശ്രേണിയിലെ റിമൈൻഡർ എത്ര നമ്മൾ കണ്ടെത്താൻ പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ട. നമ്മുടെ കയ്യിൽ ഓൾജിബ്രിക് ഫോം ഉണ്ട്, അത് +3 ആണ്. അപ്പോൾ റിമൈൻഡർ എന്ന് പറയുന്നത് എത്ര ആയിരിക്കും, 3 ആയിരിക്കും അല്ലേ. അപ്പോൾ ഈ ഒരു ഇപ്പം ഏതൊരു പെർഫെക്റ്റ് സ്ക്വയറും ഈ ഒരു ശ്രേണിക്കകത്ത് വരുന്നുണ്ടെങ്കിൽ അത് ഈ ഡി കൊണ്ട് ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് എത്ര തന്നെ നമുക്ക് കിട്ടണം, 3 എന്ന റിമൈൻഡർ തന്നെ കിട്ടണം. അപ്പോൾ അങ്ങനെ കിട്ടുന്നുണ്ടോയെന്ന് നമ്മൾ പെർഫെക്റ്റ് സ്ക്വയേഴ്സിനെ കോമൺ ഡിഫറൻസ് കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കിയാൽ മതി. അപ്പോൾ ഇവിടെ നോക്കിയേ, 1 ആണല്ലോ ആദ്യത്തെ പെർഫെക്റ്റ് സ്ക്വയർ. അതിനെ നമ്മുടെ കോമൺ ഡിഫറൻസ് ആയിട്ടുള്ള 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എത്ര ആൻസർ കിട്ടുന്നത്, 1 ആണ് റിമൈൻഡർ വരുന്നത് അല്ലേ. പക്ഷെ നമുക്ക് എത്ര വരേണ്ടത്, 3 ആണ് വരേണ്ടത്. അപ്പോൾ ഇത് വരുമോ, ഇല്ല. അപ്പോൾ ഇത് ആദ്യത്തെ കേസിൽ ആദ്യത്തെ നമ്പർ വരത്തില്ല. ഇനി രണ്ടാമത്തെ 4 ആണ് വരുന്നത് അല്ലേ. 4നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ എത്ര കിട്ടുന്നത്, 0. നമുക്ക് കിട്ടേണ്ടത് 3 ആയിരുന്നു. 3 വന്നാലേ ഇത് ഈ ശ്രേണി വരത്തുള്ളൂ, അതും വരില്ല. അങ്ങനെ 9നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കുന്നു, അത് എന്താ വരുന്നത്, 1 ആണ് റിമൈൻഡർ വരുന്നത്. അപ്പോൾ അതും എന്ത് വരത്തില്ല. അങ്ങനെ ഓരോ പെർഫെക്റ്റ് സ്ക്വയറിനെയും 4 കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോൾ 3 അല്ല വരുന്നത്, കണ്ടോ. അപ്പോൾ ഇവിടെ നമുക്ക് മനസ്സിലായി പെർഫെക്റ്റ് സ്ക്വയറുകളെ ഇവിടുത്തെ കോമൺ ഡിഫറൻസ് ആയിട്ടുള്ള 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടേണ്ട റിമൈൻഡർ 3 കിട്ടുന്നില്ല. അതുകൊണ്ട് തന്നെ പെർഫെക്റ്റ് സ്ക്വയറുകൾ എന്ത് ചെയ്യുന്നില്ല, ഈ ശ്രേണിയിൽ വരുന്നില്ല. അങ്ങനെയാണ് നമ്മൾ ഇതിന്റെ ആൻസർ കണ്ടെത്തുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഒരു സമാന്തര ശ്രേണിയുടെ 8ാം പദം 25ഉം അതേപോലെ 12ാം പദം 30ഉമാണ്. അങ്ങനെയാണെങ്കിൽ ഈ ശ്രേണിയിലെ 16ാം പദം എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഒരു മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. ഇത് പെട്ടെന്ന് കണ്ടെത്താൻ എന്ത് ചെയ്യുക, 8ാം പദം എത്രയാണ്, 25 തന്നിട്ടുണ്ട്, 12ാം പദം 20 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. കോമൺ ഡിഫറൻസ് ഇതിൽ നിന്ന് കണ്ടെത്തുക. എങ്ങനെയാ, പദങ്ങളുടെ വ്യത്യാസം സ്ഥാനങ്ങളുടെ വ്യത്യാസം അത് വെച്ച് ചെയ്യുമ്പോൾ 5/4 ആണ് നമുക്ക് കിട്ടുന്നത് ആണല്ലോ. അപ്പോൾ നമുക്ക് 16ാം പദം കണ്ടെത്താൻ എന്ത് ചെയ്താൽ മതി, 12ാം പദം അല്ലേ. 12ാം പദത്തിൽ നിന്ന് 16ാം പദത്തിലേക്ക് എത്താൻ എത്ര ഡി കൂട്ടണം, 4d കൂട്ടണം അല്ലേ. അങ്ങനെ 12ാം പദം 30 + 4 × d എന്ന് പറയുന്നത് 5/4. ഈ 4ഉം 4ഉം അങ്ങ് വെട്ടിപ്പോകും. അപ്പോൾ അവിടെ 5 ആണ് ബാക്കി വരുന്നത്. അപ്പോൾ 30 + 5 = 35. അപ്പോൾ നമുക്ക് എന്താ ആൻസർ വരുന്നത്, 35 ആണ് ആൻസർ വരുന്നത്, കണ്ടോ. ഓക്കെ, അപ്പോൾ ഇന്നത്തേക്ക് ചാപ്റ്റർ 1 and 3യിൽ നിന്ന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഷുവർ ക്വസ്റ്റ്യൻസ് ആണ്. ഇത് നമുക്ക് പ്രതീക്ഷിക്കാം SSLC എക്സാമിന് വരുമെന്ന്. അതുകൊണ്ട് നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യുക. ഇനിയും ക്വസ്റ്റ്യൻസ് ഉണ്ട്, അത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ എനിക്കൊന്ന് കമൻറ്റ് ചെയ്യുക. കമൻറ്റ് ചെയ്യുമ്പോൾ ഞാൻ അതിന് വേണ്ടി ഒരു പുതിയൊരു വീഡിയോ തയ്യാറാക്കി വെക്കാം. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ എൻ്റെ ഈ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനകത്ത് പേസ്റ്റ് ചെയ്തിട്ടുണ്ട്. വേണ്ടവർ അതെടുക്കുക. അതിനകത്ത് ഈ ക്വസ്റ്റ്യനും ആൻസേഴ്സും കിടപ്പുണ്ട്. സോ ആൻഡ് വിഷ് യു എ ഹാപ്പി ലേണിംഗ്. ഓൾ ദ ബെസ്റ്റ്.